അതെ എങ്കിൽ പിന്നെ അങ്ങനെ ഒരാൾ എങ്ങനെ RSSന്റെ കാര്യാലയത്തിന് സ്ഥലം ഒസ്യത്ത് കൊടുക്കും? നോക്കൂ, അപ്പോ RSSന്റെ കാര്യാലയത്തിന് ഒരു മിനിറ്റ് അഡ്വക്കേറ്റ് കെ എം പ്രേംകുമാർ, ഡോക്ടർ അരുണിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് നിങ്ങൾ RSSുമായുള്ള ബന്ധം വിച്ഛേദിച്ചു. അതായത് അന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഈ സ്നേഹത്തിന്റെ കടയിലേക്ക് വരുന്നു എന്ന വാർത്താ സമ്മേളനത്തിന് ശേഷം ഞങ്ങൾ ഒന്ന് കേൾക്കൂ, ശങ്കർ സിംഗ് വഗേല വരെ മുറിച്ചു കളഞ്ഞിരിക്കുന്നു ഇല്ല, ശങ്കർ സിംഗ് വഗേല വരെ മുറിച്ചു കളഞ്ഞിരിക്കുന്നു RSS ബന്ധം, പിന്നെയാണോ എനിക്ക് ബുദ്ധിമുട്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാചകങ്ങളാണ്. എനിക്ക് ബുദ്ധിമുട്ട്, ബന്ധം മുറിക്കാൻ ബുദ്ധിമുട്ടില്ലാന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ മുറിക്കുന്നത് എങ്ങനെയാണ് കാണിച്ചു തരിക? പറയട്ടെ. അല്ല, മുറിക്കുന്നൊന്ന് കാണിച്ചു തരാമോ? എങ്ങനെയാണ് മുറിക്കുക? ബന്ധം മുറിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞോ? അല്ല, എന്താണ് അതെ RSSന്റെ അതെ ഞാൻ പറഞ്ഞ RSSന്റെ കാര്യാലയത്തിന് സ്ഥലം വിട്ടുകൊടുത്തിട്ടാണ് RSSുമായിട്ടുള്ള ബന്ധം സന്ദീപ് വാര്യർ വിച്ഛേദിക്കുന്നത്. അങ്ങനെയാണ്. ശരി, അത് അമ്മ കൊടുത്തതാണ്. അത് അവർ എടുക്കുന്നില്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമെന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ വാദം. ഒരു മിനിറ്റ്, ഞാൻ എനിക്കിവിടെ സന്ദീപ് വാര്യർക്ക് ന്യായീകരണം ചമക്കലല്ലേ നിങ്ങളുടെ സന്ദേശം എന്താണെന്നതാണ് വ്യക്തത വേണ്ടത്. അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ, നിങ്ങൾ ഇത് എന്തിനാണ് സമസ്തയുടെ രണ്ട് മുഖപത്രങ്ങളിലും ആദ്യ പേജിൽ കൊടുത്തതിന്റെ ഉദ്ദേശ്യം എന്താണ്? സമസ്തയുടെ 2 മുഖപത്രങ്ങളിൽ ആദ്യ പേജിൽ സരിൻ തരകം എന്ന തലക്കെട്ടിൽ സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ മാത്രം വെച്ചിട്ട് ഒരു പരസ്യം കൊടുക്കുന്നതിന് പിന്നിലെ ഉദ്ദേശ്യം എന്താണ്? വിഷനാവിനെ സ്വീകരിക്കുന്ന രീതി ശരിയാണോ എന്ന് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന ഒരു ചോദ്യമാണ്. സരിൻ മുന്നോട്ട് വെക്കുന്ന ചോദ്യമാണ്. ഇടതു സ്വതന്ത്രനായിട്ടുള്ള സരിൻ ചോദിക്കുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന പ്രധാനമായും മത്സര രംഗത്തുള്ള കോൺഗ്രസ്, ആ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് സന്ദീപ് വാര്യരെ അവസാന സമയത്ത് രംഗത്തിറക്കി. അങ്ങനെ രംഗത്തിറക്കിയിട്ടുള്ള സന്ദീപ് വാര്യർ എന്ന് പറയുന്നയാൾ ഞങ്ങൾ കരുതുന്നു അദ്ദേഹം RSSനെ തള്ളി പറയാൻ തയ്യാറായിട്ടില്ല. എന്താണ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം? എന്താണ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം? താങ്കൾ ഒരു MLA കൂടിയാണല്ലോ, പറയൂ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം എന്താണെന്നോ? എന്താണ് ഞാൻ അതിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഉദ്ധരിക്കാൻ തയ്യാറായിട്ടില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് സമൂഹത്തിൽ വർഗീയത, വേർതിരിവും സ്പർദ്ധയും വളർത്തുന്ന പരസ്യങ്ങൾ കൊടുക്കാൻ പാടില്ല. അതെങ്ങനെയാണ് ഇന്നത്തെ പത്രത്തിൽ വരിക? ആര് പറഞ്ഞു അതിൽ വർഗീയത ഉണ്ടെന്ന്? എന്തെങ്കിലും വസ്തുതാവിരുദ്ധമായ കാര്യം പത്രത്തിലുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോഴേക്കെപ്പോഴും പത്രം കണ്ടുകെട്ടുമല്ലോ, പത്രത്തിന്റെ ഓഫീസ് പൂട്ടുമല്ലോ. അങ്ങനെ കൊടുക്കാൻ പാടില്ലാത്തൊരു പത്രം പരസ്യം അങ്ങനെ LDF തന്നാൽ സുപ്രഭാതം അങ്ങോട്ട് കൊടുക്കുവോ? അങ്ങനെ കൊടുക്കുമ്പോ അവരാലോചിക്കില്ലേ? അതിനകത്ത് സമസ്തയുടെ വിസ്തീർണം കണ്ടല്ലോ അല്ലേ? സമസ്തയുടെ വിസ്തീർണം കണ്ടല്ലോ. ഏതെങ്കിലും മുന്നണിയെയോ പാർട്ടിയോ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന അതിന് അർത്ഥിക്കുന്ന പാരമ്പര്യം സമസ്തയ്ക്കില്ല. പാലക്കാട് നിയോജക മണ്ഡലം ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ സുപ്രഭാതം പത്രത്തിൽ വന്നിരിക്കുന്ന പിന്നെ എന്താണ് ഇപ്പോൾ പ്രശ്നം? എന്താണ് സമസ്തയ്ക്ക് ബന്ധമില്ല എന്ന് പറയുമ്പോൾ സമസ്ത ഇത് അംഗീകരിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുന്നു, പക്ഷെ സമസ്തയ്ക്ക് ഇത് ബന്ധമില്ല എന്ന് പറയുന്നു. സമസ്ത ഇത് അംഗീകരിച്ചു എന്ന് ആര് പറഞ്ഞു? ഞങ്ങൾ പറയാത്ത എന്തിനാ നിങ്ങൾ പറയുന്നത്? അപ്പൊ നിങ്ങൾ എന്തിനാണ് സമസ്തയുടെ പത്രത്തിൽ തന്നെ കൊടുത്തത്? പരസ്യവുമായി ബന്ധപ്പെട്ട് സമസ്ത പറയുന്നത് നിങ്ങളോടല്ല, സമസ്ത പറയുന്നത് വിശ്വാസികളോടാണ്. സമസ്ത പറയുന്നത് വിശ്വാസികളോടാണ്. നിങ്ങൾ സമസ്തയിലൂടെ പറയാൻ പോയത് ആരോടാണ്? ഞങ്ങൾ ഈ ചർച്ചയുടെ ഭാഗമായി പറയുന്നത്, ഞാൻ അതാ പറഞ്ഞത്, നിങ്ങൾ രണ്ടും കൂടെ ചേരില്ല. ഒന്ന് സമസ്ത, അങ്ങനെ സമസ്ത ഈ വാർത്ത ഈ പരസ്യത്തിന് സമസ്തയുടെ നിലപാടുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യമേ അപ്രസക്തമായി പോയില്ലേ? പിന്നെ എന്താണ് ചർച്ചയുടെ പ്രസക്തി? അപ്പോൾ ഞങ്ങൾ സമസ്തയിലെ ആ ജനവിഭാഗങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതാണ് വാർത്ത എന്നൊരു ഭാഗത്ത് പറയുക, മറുഭാഗത്ത് ആ സമസ്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ തന്നെ പറഞ്ഞിരിക്കുന്നു അത് ആ പരസ്യവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് നിൽക്കില്ലല്ലോ. ബന്ധമില്ലെങ്കിൽ പിന്നെ എന്താണ് ഇത്ര ആശങ്കപ്പെടാനുള്ളത്? അതിനെ സംബന്ധിച്ച് ഒരു പത്രം തെറ്റായ നിലയിൽ വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പത്രം കണ്ടുകെട്ടുന്ന ഉൾപ്പെടെ 24 മണിക്കൂറിനകം പത്രത്തിന്റെ ആഫീസ് ഉൾപ്പെടെ പൂട്ടില്ലേ? അത്രമാത്രം ഗുരുതരമായൊരു തെറ്റാണെങ്കിൽ ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു ആ പത്രത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരണം ചോദിച്ചു എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത.
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.